ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ജോഫിൻ ഡി ചാക്കോ വീണ്ടും തെളിയിച്ചിരിക്കുന്നു അദ്ദേഹം മലയാളത്തിലെ പ്രോമിസിംഗ് ആയുള്ള ഡയറക്ടറാണെന്നുള്ളത്. ആദ്യം പ്രീസ്റ്റിലൂടെയാണെങ്കിൽ പിന്നീട് ഇപ്പോൾ ഇതാ രേഖാചിത്രത്തിലൂടെ ആസിഫ് അലിയും അനശ്വരയും നായകന്മാരെ എത്തുന്ന അടിപൊളി ചിത്രമാണ് രേഖാചിത്രം. ഇന്ന് ആദ്യ ദിനത്തെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഹെവി പോസിറ്റീവാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോക്സ് ഓഫീസിലും ആ ഒരു പോസിറ്റീവ്നെസ് കാണാൻ കഴിയുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് വേണു കുന്നപ്പള്ളി ഈ ഒരു സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു, മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റ് സിനിമയ്ക്കുണ്ടാവും. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഗംഭീരമായിട്ടുള്ള റിലീസായിരിക്കും. അത് തന്നെ ഇവിടെ നടക്കുന്നു. സിനിമ മികച്ച രീതിയിൽ തന്നെ എല്ലായിടത്തും എത്തിയിരിക്കുന്നു. നമുക്ക് ആദ്യ ദിനത്തെ കേരള കളക്ഷനും ട്രാക്ഡ് കളക്ഷനും ഒപ്പം വിദേശ കളക്ഷനിലേക്കൊക്കെ ഒന്ന് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ 632 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 57,000 മുകളിലുള്ള ആളുകൾ കാണുകയും 34% ഒക്യുപ്പൻസിയിൽ. ട്രാക്കേഴ്സ് പറയുന്നു 9 ഹൗസ്ഫുൾ ഷോകളും 47 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും. നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 അടുത്തുള്ള ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും ഏകദേശം ഒരു 10 ഹൗസ്ഫുൾ ഷോകൾ ഇപ്പോൾ കാണാം എന്നുള്ള ലെവലിലാണ്. 95 ലക്ഷം രൂപയോളമാണ് ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നത്. അതായത് സിനിമ ഈ ഒരു നിമിഷം വരെ 95 എന്ന് പറയുമ്പോൾ തീർച്ചയായും സിനിമ 1.5 കോടിക്ക് മുകളിലായിരിക്കും ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ ഇന്ന് വരിക. അങ്ങനെയാണെങ്കിൽ 2 കോടി 2.25 കോടിക്ക് മുകളിലായിരിക്കാം. രേഖാചിത്രം എന്ന സിനിമ ആസിഫിൻ്റെ കരിയറിലെ ഡേ 1 ഗ്രോസറിൽ ഏറ്റവും ഉയർന്ന ഒരു കളക്ഷൻ നേടുന്ന സിനിമയായി മാറും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം അതിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ നേടുമെന്നും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള കളക്ഷൻ സിനിമയ്ക്ക് 4 കോടിയോളം ആകുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരമായിട്ട് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. എന്താണെങ്കിലും അതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളാണ് ഏറെയും. മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അനശ്വര രാജനും അതേപോലെ തന്നെ ആസിഫ് അലിയും മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ്. തുടരെ ആസിഫ് അലിയിൽ നിന്നുള്ള മികച്ച സിനിമകൾ വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. അനശ്വര നമുക്കറിയാം ഒരു ഭാഗ്യ നായികയാണ്. വർഷങ്ങൾക്ക് ശേഷം ഉർവശിയെ പോലെയുള്ള ഒരു നല്ല ആക്ട്രസിനെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം. അതുമാത്രമല്ല ഭാഗ്യതാരം എന്ന് തന്നെ പറയാം. ആദ്യം നേര് എന്ന സിനിമ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയും ഒറ്റയ്ക്ക് വിജയിപ്പിച്ച ആ ഒരു നായിക ഇപ്പോൾ രേഖാചിത്രത്തിലെത്തുമ്പോൾ അവിടെയും ഭാഗ്യതാരമായി ഉദിച്ച് നിൽക്കുന്ന കാണാൻ കഴിയുന്നു. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾ അനശ്വര രാജൻ ഫാൻ ആണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തണം. സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് പറയണം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് സിനിമ. ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.